നമ്മൾ കിങ്ഫിഷ് ഏകദേശം ഒരു 1/2 കിലോ ഉണ്ട്. 1/2 കിലോ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കഴുകുമ്പോൾ ശ്രദ്ധിക്കുക, ഉപ്പിട്ട് കഴുകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതായത് നമുക്ക് സ്മെല്ല് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഒരു 1/2 കിലോളം മീന് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു 2 മുളക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് നിങ്ങൾ മുളക് യൂസ് ചെയ്യാം. പിന്നെ ഒരു വെളുത്തുള്ളി ഒരു 3-4 പീസുകളും അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5-6 കഷ്ണം ഉള്ളി നമ്മൾ സ്ലൈസായിട്ട് അരിഞ്ഞ് വച്ചേക്കുന്നു. പിന്നെ കുടംപുളി ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് 2 കഷ്ണം നമുക്കിവിടെ 2 കഷ്ണം കുടംപുളിയാണ് എടുത്തേക്കുന്നത്. അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുളി നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ മീൻകറി വെക്കാൻ പോകുന്നത് മൺചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ചട്ടി ചൂടായി വരുമ്പം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ പാകത്തിന് ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് ഉലുവ, ഒരുപാട് ഉലുവ ഇടരുത്, നമുക്ക് കഴിക്കും. അതുകൊണ്ട് പാകത്തിന് മാത്രം ഉലുവ, കുറച്ച് ഉലുവ ഇട്ടു. ഞാനൊരു ഫുള്ള് ഉലുവയാണ് ഇടുന്നത്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കും. അതിനുശേഷം തീ കുറച്ച് വയ്ക്കാം. കുറച്ച് കരിവേപ്പില, അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം അതേപോലെ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഉള്ളി ആഡ് ചെയ്യാം. അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇടുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉള്ളി കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ആദ്യം കട്ട് ചെയ്ത് വെച്ച ഉള്ളി, പിന്നെ സ്ലൈസ് ചെയ്ത് വെച്ച പച്ചമുളകും. ഇത് നന്നായി ഒന്ന് വരണ്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയും ഇപ്പൊ നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും മുളകൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ ഒരു സ്പൂണിനാണ് 2 സ്പൂൺ ആഡ് ചെയ്തത്. നിങ്ങൾക്ക് എത്ര പോലെ എരിവ് വേണം എന്നനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 3 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. 2 സ്പൂൺ കാശ്മീരി, 1 സ്പൂൺ നമ്മുടെ നോർമൽ മുളക് പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവും. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഫ്ലെയിം എപ്പോഴും കുറഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഈ പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പം മീൻകറിക്ക് ഒരു കരിഞ്ഞ ചുവ ഫീൽ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത്. എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് എടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ഇടാം. നമ്മളുടെ പൊടിയെല്ലാം മൂത്ത് വന്നപ്പോൾ നമ്മൾ എടുത്ത് വെച്ച കുടംപുളി അതിലേക്ക് ഇട്ടു. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു കപ്പിന് 1 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി 1 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്.
ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് നമ്മൾ ആദ്യം എടുത്ത ഒരു ടേബിൾ സ്പൂണിന് തന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ആദ്യം ആഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഉപ്പ് പാകമാകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അത്ര ആഡ് ചെയ്താൽ മതിയാവും. ഇനി കുറച്ചുകൂടെ ആഡ് ചെയ്യണമെന്ന് നമ്മൾ നോക്കിയിട്ട് ആഡ് ചെയ്യും. അപ്പോൾ അത്യാവശ്യത്തിന് ഉപ്പായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. അപ്പോൾ പുളിയും മീനും എല്ലാം കൂടെ കിടന്ന് അതിലേക്ക് യോജിക്കും. മീൻ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവാൻ വേണ്ടി മൂടി വെക്കാം. ഇപ്പം മീൻ നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വേവായിട്ടുണ്ട്. ഇത് മതിയാവും. നിങ്ങൾക്ക് ഗ്രേവി വേണ്ടതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പാകത്തിന് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം.